ചെറിയൊരു ഭയപ്പാട് ഉള്ളിലാപ്പാൻ. നാളെ എന്നാ വന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് കേൾക്കാൻ തന്നെ മനസ്സെങ്ങനെ അങ്ങ് മരവിക്കും. ഓരോ ദിവസവും നമുക്ക് പ്രതീക്ഷ എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പോലും തോന്നൂല. വിളിക്കണം അന്നാമ്മയെന്ന് പറഞ്ഞ് വിളിക്കും. കാണാനുള്ള ഒരു ഇത് നമുക്ക് മനസ്സുകൊണ്ടത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ കാഠിന്യം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അറിയണമെങ്കിൽ പാടില്ലാത്തത്. ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചായിരുന്നു, നിങ്ങളിങ്ങനെ പറയണല്ലേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തുകൂടെ? എൻ്റെ ഗ്രാൻഡ് മദർ എപ്പോഴും പറയും, നമ്മൾ താഴത്തേക്ക് നോക്കണം എപ്പോഴും എന്ന്. ഒരു മനുഷ്യർക്ക് പോലും ഇങ്ങനെയുള്ള ദുരിതവും പ്രയാസവും ഉണ്ടാവരുതെന്ന് ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ഈ സമയത്ത് പറയാൻ പാടില്ലെങ്കിൽ ഞാൻ പറയുവാണ്. ഇനി ഇതുപോലെ ഉള്ള ദുരന്ത വാർത്തകൾ ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്ന ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. അതായത് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ദിവസേന എന്ന് പറഞ്ഞ പോലെ പത്രത്തിലും ടി വിയിലും എല്ലാം കാണുന്നത് ഓരോ ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ടുള്ള വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ എടുത്ത് വായിക്കാൻ തന്നെ ഒരു ചെറിയൊരു ഭയപ്പാട് ഉള്ളിലാപ്പാൻ. നാളെ എന്നാ വന്നെ, നാളെ എന്ത് ദുരന്ത വാർത്തയാണ് നമ്മൾ കേൾക്കണേ. അതുപോലെ ടി വി വെക്കുമ്പോഴാണെങ്കിലും എന്നതാ ഇങ്ങനെ അതിൽ ഓടിച്ച് എഴുതിയ അടിയിൽ ഇങ്ങനെ കാണിക്കുമ്പോഴേ എന്നാ വന്നേന്നുള്ളൊരു ഇതാ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് 1-2 വാർത്തകൾ വന്നത്, ആദ്യം അർജുൻ്റെ അപകടം ഉണ്ടായി. നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാ രീതിയിലും, നമ്മുടെ ഭാഗത്തുനിന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവരുമായിട്ടും 10 ദിവസമോ 11 ദിവസമോ അന്വേഷണം നടത്തിയായിരുന്നില്ലേ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഡെയിലിയും ടി വിയിൽ ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് കേൾക്കാൻ തന്നെ മനസ്സെങ്ങനെ അങ്ങ് മരവിക്കും. എന്നാന്ന് വെച്ചാൽ ഒരു പിടിപാടുമില്ല. ഡ്രോൺ ഇറങ്ങി ഓരോന്നും വരുമ്പോൾ ലോറിയുടെ ഇത് അംശം കാണുന്നില്ല, ഇതേ ഇല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഓരോ ദിവസവും നമുക്ക് പ്രതീക്ഷ എന്തെങ്കിലും കിട്ടുമെന്നോ. ഒരു ദിവസം ആദ്യത്തെ ദിവസം അന്വേഷണം നിർത്തിവെച്ച് പുറത്തു പോകും, നാളെ എന്തെങ്കിലും പ്രതീക്ഷയുടെ വകയുണ്ടാകുമെന്ന്. പക്ഷേ പിറ്റേ ദിവസം ഇങ്ങനെ പോകുമ്പോൾ ഞാൻ നമ്മുടെ കാര്യമായിട്ടോ പറഞ്ഞത്, നമുക്ക് തോന്നും ഒന്നും ഒരു പിടിപാടും കിട്ടണില്ലല്ലോ എന്നാന്നൊക്കെയുള്ള ഒരിത് നമുക്ക് തോന്നി തുടങ്ങിയായിരുന്നു. അവരുടെ വീട്ടുകാരുടെ അവസ്ഥ വളരെ ദുഃഖകരമായിട്ടുള്ള, അമ്മ, സിസ്റ്റർ, പെങ്ങള്, ഭാര്യ, കുട്ടി, ഇവരെല്ലാം ഇതിൽ വന്നിങ്ങനെ പറയണ കാണുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പോലും തോന്നൂല. ആ രീതിയിലുള്ള വീട്ടിൽ നിന്ന് ജോലിക്കായിട്ട് ഇറങ്ങിയ ആള് ലോറി ഓടിച്ചു പോയി ഒരു സ്ഥലത്ത് പോയി റെസ്റ്റ് ചെയ്യണ ടൈമിലല്ലേ ഇതിങ്ങനെ ഉണ്ടായത്. എവിടെയാന്ന് പോലും അറിയില്ല. റെസ്റ്റ് ചെയ്യാനായിട്ടൊരു ദാബയുടെ നിർത്തി എന്നൊക്കെയാണ് നമുക്കുള്ള അറിവുകളാണ് അതൊക്കെ. അല്ല, ആ കടകൾ പോലും ഇല്ലാതെ അവശേഷമായി പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ഓരോ ദിവസം ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ ഏതെന്തോരം രീതിയിൽ അന്വേഷണം നടത്തിയതില്ല, എങ്കിലും രക്ഷപ്പെടുത്താനാകും എന്നുള്ളൊക്കെ രീതിയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാടിനെ ശരിക്കും ഒലച്ച് മറിച്ചുടഞ്ഞ രീതിയിലുള്ളൊരു വിവരം നമുക്ക് അറിയണത്. അതായത് ചൊവ്വാഴ്ച ജൂലൈ 30-ാം തീയതി ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു. ചൊവ്വാഴ്ച വെളുപ്പിനാണ് നമ്മൾ ഈ വാർത്ത അറിയണത്. ഇങ്ങനെ വയനാട് ആ സ്ഥലങ്ങളുടെ പേര് വരെ മുണ്ടയ്ക്ക, ചൂരൽമല ഒക്കെ ഇത് ഉരുൾപൊട്ടലുണ്ടായി. കംപ്ലീറ്റ് നാമാവശേഷമായി ആ ഏരിയ എന്നും പറഞ്ഞിങ്ങനെ ആദ്യം വന്നത് വാട്സപ്പിലാണ്. അത് കഴിഞ്ഞപ്പോൾ 24 hour ന്യൂസ് വെച്ച് കഴിഞ്ഞപ്പോൾ അതിൽ മൊത്തം ഇതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്തു. കാരണം കാണാനുള്ളൊരു ഇത് നമുക്ക് മനസ്സുകൊണ്ടത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു. അപ്പം ആരോ നമ്മൾ വീഡിയോയിൽ ഇതിൻ്റെ പറഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾ വയനാടുകാരാണോ എന്ന് ചോദിച്ചായിരുന്നു. നമ്മൾ വയനാടുകാരല്ല, നമ്മൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത്. പക്ഷേ നമ്മുടെ കൂടപ്പറപ്പുകളെ പോലെയുള്ളവർ തന്നെയാണല്ലോ ഒഴുകിപ്പോയതും. അവരുടെ മൊത്തം ഒഴുകിപ്പോയി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഭീകരമായ അവസ്ഥ വന്ന് നമ്മൾ വീടോടുകൂടി കുത്തി ഒലിച്ച് മൊത്തം നമ്മൾ ഒന്നുമില്ലാതെ നഷ്ടപ്പെട്ടു പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ അതിനും അല്ലേ, ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. അതിലേറെ ദുഃഖകരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീടുകളിൽ
ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെയൊക്കെ അവശേഷിച്ചേച്ച് ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു, വേർപെട്ട് പോയി. 1-2 പേരോ ഒക്കെ ഒരു വീട്ടിൽ രക്ഷപ്പെട്ട് കിട്ടും. ആ രക്ഷപ്പെട്ട് കിട്ടിയവരെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉടുതുണി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവരുടെ വീട് പോയി, അവരുടെ എല്ലാ സംഗതികളും ഒലിച്ചിറങ്ങി മൊത്തം ഇതായി. അപ്പം അത് 2 പ്രാവശ്യമൊക്കെ അന്ന് നൈറ്റിൽ കുട്ടിയെന്ന് തോന്നണു. 12 മണിക്കും 11 മണിക്കും 1 മണിക്കും 1:30ക്കും ഏതാണ്ട് അങ്ങനെ 2 പ്രാവശ്യം ഇതുണ്ടായി. അപ്പോൾ കുത്തി ഒലിച്ച് പോയി. ഞാൻ വയനാടൊന്നും പോയിട്ടില്ല കേട്ടോ, എനിക്ക് ആ സ്ഥലത്തെ പറ്റിയൊന്നും ഇങ്ങനെ കേട്ടിട്ടുള്ള അറിവുകളേ ഉള്ളൂ. പക്ഷേ ഈ വാട്സപ്പിലും ഇതിലുമൊക്കെ വയനാട് ഇതിന് മുമ്പുള്ള അവസ്ഥ എങ്ങനെയാണെന്നുള്ള ഇതിൽ കാണിച്ചപ്പോൾ മനസ്സിലായി എങ്ങനെയാ അവിടെ നിന്നിരുന്നതെന്ന്. ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളും തേയില നുള്ളണ ഇതിൽ ഞാൻ കണ്ടു, യൂട്യൂബിൽ പലരുടെ ഇതിൽ കണ്ടു. അങ്ങനെ അതിനുശേഷം ഇപ്പോഴുള്ള അവിടുത്തെ അവസ്ഥ കാണുമ്പോൾ ശരിക്കും മനം തകർന്നു പോണൊരു ഇതാ നമുക്ക് തോന്നുന്നത്. കാരണം ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മളിലേക്കൊന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് മനുഷ്യർക്കും സംഭവിക്കാവുന്ന ഓരോ കാര്യങ്ങളാണല്ലോ. പ്രകൃതിയുടെ ഇത് നമുക്ക് ആർക്കും തടുക്കാൻ പറ്റില്ല. അത് ദൈവം തമ്പുരാൻ തന്നെ അതിനൊരു പരിഹാരം കണ്ടാൽ മാത്രമാണ് അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതിന്. അപ്പം നമുക്കൊക്കെ ഒരു ചെറിയ കാറ്റ് വരുമ്പോഴത്തേക്കും പറയും, നമ്മൾ പാടം ഓരത്തൊക്കെ വീടുള്ളത് കൊണ്ട് നമുക്ക് ഈ മരങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് കാറ്റ് വരുമ്പോൾ നമ്മൾ അയ്യോ മരമല്ലോ കൊമ്പൊക്കെ ഒടിഞ്ഞ് വീടിൻ്റെ മുകളിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ എന്നാ അവസ്ഥയെന്ന് ഞാൻ എപ്പോഴും ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എന്നോട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ പറയുവാണ്, നമുക്ക് അങ്ങനെ ഞങ്ങളതുകൊണ്ട് ഈ മരത്തിൻ്റെ കൊമ്പിറക്കിക്കാറുണ്ട് വേനൽക്കാലത്ത്. അപ്പം നമ്മളെപ്പോലെയുള്ളവർക്ക് അങ്ങനെ ഒരു ചെറിയ ദുരിതം വരുന്നത് പോലും നമ്മൾ പേടിച്ചരണ്ടായിരിക്കണേ. ഇത് ഉറക്കത്തിലൊക്കെ വീടും സംഗതികളും കെട്ടിടങ്ങളും എല്ലാ സംഭവങ്ങളും ഒഴുകിപ്പോവുക, അവരുടെ മൃഗങ്ങൾ എല്ലാ സംഗതിയും ഒഴുകിപ്പോവുക എന്ന് വെച്ചാൽ എന്നാ അല്ലേ അതിൻ്റെ അവസ്ഥ. ഒരു റിപ്പോർട്ട് ഞാൻ ഇപ്പോഴും കണ്ടത് ഓർക്കുന്നു. രാത്രിയിൽ കണ്ണ് തുറന്നപ്പോൾ കഴുത്തൊക്കെ മണ്ണ് മൂടിയേക്കുവാന്ന്, കഴുത്ത് വരെ. അതൊരു ഭയങ്കര ഭീകരാവസ്ഥയാണ്. നമ്മളിലേക്ക് ചിന്തിക്കുമ്പോഴാണ് നമുക്കത് അതിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാവുക. അതിപ്പോ ഒരു വീട്ടിലൊരു മരണം, ഒരു ഉദാഹരണം ഞാൻ പറയണത്, ഒരു മരണം ഉണ്ടായി നമ്മൾ വിചാരിക്കുക. അപ്പം നമ്മളിപ്പോൾ പത്രത്തിൽ കാണുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും ഒരു ചേട്ടനോ ചേച്ചിയോ മരിച്ചു പോയി, അല്ലെങ്കിൽ ഒരു കൊച്ചു മരിച്ചു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുമില്ലെങ്കിൽ ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ പലതരത്തിലുള്ള. അങ്ങനെ മരിച്ചു എന്ന് വായിക്കുമ്പോൾ നമ്മളൊരു ആ പ്രായം കുറഞ്ഞ ആൾ മരിച്ചു പോയി, അല്ലെങ്കിൽ ആ കൊച്ചു മരിച്ചു പോയി എന്ന് പറഞ്ഞ് നമ്മൾ അത് വായിച്ചേച്ച് വായന അവസാനിപ്പിക്കും. നമ്മൾ അറിയണവരല്ലല്ലോ. പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ കാഠിന്യം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ കഴിഞ്ഞ വർഷം ഞാനത് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമായിട്ട് ചെറുപ്പക്കാരായ ഒരുപാട് പേര് ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ട്. സ്വന്തം ഫസ്റ്റ് ഇതിലുള്ളവർ തന്നെ, എൻ്റെ ഒരു അനിയൻ, ജ്യേഷ്ഠൻ്റെ മകളുടെ ഹസ്ബൻഡ്, പെങ്ങളുടെ മോള്, ഇങ്ങനെയൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. അപ്പം നമ്മൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അറിയണമെങ്കിൽ നമ്മുടെ അത്രയ്ക്ക് വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് വേർപെട്ട് പോകുമ്പോഴേ ആ ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരുണമായ ഒരു, എന്നാ അതിന് പറയാൻ വാക്കുകളില്ല, ഒരു അന്ത്യമല്ലേ അവർക്കൊക്കെ സംഭവിച്ചത്. ഇഷ്ടംപോലെ പേരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കണു, ഒരുപാട് പേര് ഹോസ്പിറ്റലൈസ് ചെയ്തേക്കണു. പക്ഷേ ആ സമയോചിതമായ പ്രവർത്തനം കൊണ്ട് കുറേ പേരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഒരുപാട് പേര് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാനില്ല, ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. വേറെ ഒന്നും, അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ. നമ്മൾ ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന്റെ അടുത്തേക്ക് അത്രയും പ്രേയേഴ്സ് അവർക്ക് വേണ്ടി ചെല്ലുവാണ് ചെയ്യുന്നത്. അതേ ചെയ്യാനുള്ളൂ. പിന്നെ നമുക്ക് ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട് ഉടുതുണി മാത്രമായിട്ട് രക്ഷപ്പെട്ട് കിട്ടിയ കുറച്ച് പേരുണ്ടല്ലോ, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. നമ്മൾ ഒരാൾ ചെയ്തു എന്നോർത്ത് ഒന്നും ആവാൻ പോണില്ല. പക്ഷേ ഓരോ കുടുംബത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ പറ്റണ പോലെയുള്ള സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരിതായിട്ട് മാറി അവർക്ക് എന്തെങ്കിലുമൊക്കെ
ഒരു നിസാര ഒരു തുക കിട്ടിയാൽ അവർക്ക് കിടപ്പേടം പോലും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. വേണ്ടപ്പെട്ട അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ അറിവിൽ എനിക്ക് തോന്നുന്നത് പള്ളികളിലും ഒക്കെ എന്റെ അനൗൺസ്മെന്റ് നമുക്ക് ആയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഹസ്ബൻഡ് റിട്ടയർഡായി ഓഫീസിൽ നിന്നൊക്കെ പോകുന്നയാളാണ്. അപ്പൊ പള്ളികളിലൊക്കെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങള് ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചായിരുന്നു, നിങ്ങളിങ്ങനെ പറയണല്ലേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തുകൂടെ എന്ന്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഒരു 4-5 വർഷം മുമ്പല്ലേ പ്രളയം, അന്ന് ഞാൻ എപ്പോഴും ഓർക്കും, പ്രളയം വന്ന് നീ പഠിച്ച സ്കൂളില് ഞാൻ ഓർക്കുന്നുണ്ട്. അല്ല ഞാൻ പറയട്ടെ, ക്യാമ്പിന് ആൾക്കാരെ കൊണ്ടുവന്നു, ഏതാണ്ടൊക്കെ അകലേന്ന്. ഇപ്പൊ കൊണ്ടുവന്ന അന്ന് നീ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് നീ പറഞ്ഞ ഒരു സെന്റൻസ് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എൻ്റെ മനസ്സിൽ. നമുക്ക് എന്തെങ്കിലും അവർക്ക് മേടിച്ചു കൊടുക്കണം, തുണികളല്ല മേടിച്ചു കൊടുക്കണം, ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് നീയും പേങ്ങടെ പോയാണ് മേടിച്ചതൊക്കെ. നമ്മൾ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു, ഒരുപാട് സാധനങ്ങൾ. ഞാൻ ഓർക്കുന്നുണ്ട് പേസ്റ്റ് വരെ. അത് ചുമ്മാ കൊടുത്തോണ്ട് പറയാൻ പാടില്ല അങ്ങനെ കൊടുത്ത കാര്യങ്ങൾ. പക്ഷെ അന്ന് അങ്ങനെ കൊടുത്തു. പക്ഷെ ഒരു പോയിന്റ് ഞാൻ ഇപ്പോഴും ഓർക്കണം, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയം വന്നു, അവർക്ക് സർവ്വതും നഷ്ടപ്പെട്ടു. പക്ഷെ അവര് തിരിച്ച് കയറി ചെല്ലാൻ അവർക്ക് കൂരയുണ്ടായിരുന്നു. ചിലരുടെയൊക്കെ ഇങ്ങനെ തീരെ ദുർബലമായിട്ടുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിലും അല്ലാത്തവർക്ക് ഭവനം കിട്ടി. ഭവനത്തിലെ പല സംഗതികളും നഷ്ടപ്പെട്ടു പോയി കാണും. പക്ഷെ ഇത് വീട് പോലും ഇല്ല, ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടു, അവർക്കൊന്നുമില്ല. ചിലരുടെ പട്ടി പൂച്ചയൊക്കെ നടക്കണ TV-യിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സഹായം ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അത് സാധനങ്ങളായിട്ടായിരിക്കും ഇവിടെ കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ കൊടുക്കുന്ന സംഗതികൾ വേറൊരാളോട് പറയേണ്ട ആവശ്യമില്ല. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ള ഒരു പോളിസിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ് കേട്ടോ. ഞാനിത് പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നാൽ കഴിയണത്, അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ തന്നാൽ കഴിയണത് ഒരു ഐറ്റാണെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിയിലുള്ളതാണെങ്കിലും ഓരോ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുറേ സംഗതികളാവില്ല, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാനിപ്പം തന്നെ ഇവരോട് പറഞ്ഞത്, ഇങ്ങനെ പള്ളിവഴി ഇതുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, പള്ളിവഴിയിൽ നിന്ന് റിപ്പോർട്ട് വരുമ്പോഴേ നമുക്ക് ഇന്നയിടത്ത് പോയി ഇന്ന സംഗതികൾ റെഡിയാക്കാൻ ഓൾറെഡി ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അത് ഐറ്റംസ് ആയിട്ട് തന്നെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഇത് വരും എന്തായാലും. അപ്പം ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഉറ്റവരും ഉടയവരും തന്നെ നമ്മുടെ അടുത്തുനിന്ന് പോയേക്കണം. എല്ലാവരും സഹോദരി സഹോദരന്മാരല്ലേ. ഞങ്ങളുടെ ആൾക്കാരും വയനാട് ഭാഗത്തില്ല. ബത്തേരി ഭാഗത്ത് എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദേഴ്സിൻ്റെ ബ്രദേഴ്സ് 5 തലമുറ മുമ്പുള്ളവർ, അത് ബത്തേരി ഭാഗത്താണ്. അപ്പം അവരെയൊക്കെ വിളിച്ച്, എൻ്റെ അടുത്ത് ഫോൺ നമ്പറൊന്നും ഇല്ല കേട്ടോ, അവരുടെ എൻ്റെ ആങ്ങളെയും കൊച്ചപ്പനും ഒക്കെ വിളിച്ച് അന്വേഷിച്ചു. അപ്പം ആ ഭാഗത്തൊന്നും വിഷയങ്ങളില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു നെയ്ബറായിട്ടുള്ള ഒരാൾ വിജയൻ ചേട്ടനാണ്. അപ്പം ഇന്നലെ ഇവിടെ അടുത്തുള്ളൊരു ചേട്ടൻ ആ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചപ്പോൾ പുള്ളി ഉടനെ പറഞ്ഞ, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പഠിച്ച ആളാണ് ഇവിടെ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളിപ്പോൾ സേഫാണ്, പക്ഷേ എൻ്റെ സിസിലെ ഒന്നും പറയണ്ട, ഓർപ്പിക്കല്ലേ എന്നാ കാര്യം, അത്രയ്ക്ക് ദാരുണമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം എപ്പോഴും സംസാരിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ വയനാടുകാരായിട്ടോ ഇതുകൊണ്ട് ഒന്നുമല്ല, എല്ലാം ഒന്ന് തന്നെ. ഏത് നാട്ടിലും എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ചെയ്യാൻ പറ്റണ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മൾ എപ്പോഴും നമ്മുടേതായിട്ട് ഇങ്ങനെ ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ ചിന്തിക്കുക. എനിക്ക് പറയാനുള്ളൂ. പിന്നെ എല്ലാം ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചാണ് എല്ലാവരും ചെയ്യേണ്ടത്. നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, അതിനൊരു 2-3 ദിവസം മുമ്പാണ്, ഇത് ചൊവ്വാഴ്ചയാണ് നമ്മൾക്ക് ഈ റിപ്പോർട്ട്, തിങ്കൾ നൈറ്റാന്ന് തോന്നുന്നത് ഉണ്ടായതല്ലേ, വെളുപ്പാങ്കാലം, ചൊവ്വ രാവിലെയാണ് നമ്മളെല്ലാവരും അറിയുന്നത്. ഞങ്ങള് ശരിക്കും നമുക്ക് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയത് ഞായർ നൈറ്റിലാണ്, 9:30. അപ്പം അങ്ങനെയായപ്പോൾ ഒരു കുഞ്ഞു പീസ് കേക്കൊക്കെ മേടിച്ച് നമ്മളത് കട്ട് ചെയ്തായിരുന്നു. അത് നിങ്ങൾ വീഡിയോ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലോ. അപ്പം അത് ഷോർട്ട് വീഡിയോ ആയിട്ട്, മൺഡേ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് അതിൻ്റെ ഇത് കാണിച്ചായിരുന്നു. 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി എന്നും പറഞ്ഞ്.
ചൊവ്വാഴ്ച നമ്മൾ ആ മെയിൻ വീഡിയോയും ചൊവ്വ നമ്മൾ വീഡിയോ ഇട്ടു. ചൊവ്വായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു. അപ്പൊ നമ്മൾ പോലും അറിഞ്ഞില്ല സത്യത്തിൽ അത് അപ്ലോഡ് ആയത്. കാരണം നമ്മൾ ഈ വാർത്തകളൊക്കെ കേട്ടപ്പോൾ അതിന്റെ പിന്നാലെ പോയോ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ പിന്നാലെയാണ് പോയത്. അപ്പൊ നമ്മൾ അന്നത്തെ വീഡിയോ എന്താന്ന് പോലും സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇതായിരുന്നല്ലേ ഇന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നേന്നുള്ളത്. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ അറിയുന്നത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിക്ക് പോണ ആളായതുകൊണ്ട് തലേ ദിവസം എഡിറ്റിംഗ് ചെയ്ത് അവളെ ഓരോ ദിവസത്തെ റെഡിയാക്കി വെക്കും. ഓഫീസിൽ ചെന്നാൽ ഇതിനുള്ള പരിപാടി ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും അത് ജോലി ചെയ്യണ ആർക്കും സാധിക്കൂലല്ലോ. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ടാണ് ട്യൂസ്ഡേ ചൊവ്വാഴ്ച ഈ വീഡിയോ തന്നെ റിലീസായത് കേട്ടോ. അല്ലെങ്കിൽ പാടില്ല. പക്ഷെ നമ്മളത് ഈ ഒരു വാർത്ത വന്നപ്പോ പിന്നെ അതിന്റെ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുള്ളൂ. എന്തായോ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ ഉണ്ടോ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റിയായി പിന്നെ ചർച്ചകളൊക്കെ. അപ്പൊ പിന്നെ ഇതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഞങ്ങളുടെ ഇവിടെ ഇന്നിപ്പോ ഞാനിപ്പോ ഇത് വെച്ച് പറഞ്ഞതല്ല, ഞങ്ങളുടെ ഇവിടെ ഇപ്പൊ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ സാധാരണ സാധനങ്ങളൊക്കെ എല്ലാം തന്നെ വാങ്ങിക്കാറ്. അത് പറയാറുണ്ട് ഞാൻ എപ്പോഴും. ഇപ്പൊ ഇതേ കുപ്പി വരെ അപ്പൊ ഇന്ന് അവിടെ ചെന്നപ്പോ ജോൺസൺ പുള്ളിക്കാരൻ ഇന്ന് അപ്പയ്ക്ക് വാട്സപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്, ഈ മാസം എല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ അനുസരിച്ച് പുള്ളി ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എത്രയാന്ന് കാണിച്ചിട്ടില്ല, അത് വയനാട്ടിലേക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം മാക്സിമം ആൾക്കാരിലേക്ക് ചേട്ടൻ ഇത് ഷെയർ ചെയ്യുക. അപ്പം മാക്സിമം ആൾക്കാർ മേടിച്ച അത്രയും തുകയുടെ സാധനം ഇങ്ങനെ വാങ്ങിക്കൂലോ. അപ്പം അതനുസരിച്ച് അവർക്ക് ചെയ്യാനാണ്. അപ്പം ഓരോ സംഘടനകളും ഇങ്ങനെ ഇഷ്ടം പോലെ സംഗതികൾ ചെയ്യണുണ്ട്. അപ്പം അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ചെറുതാണെങ്കിലും എല്ലാ വ്യക്തികളും ചെയ്താൽ പറ്റണവര് നല്ലതായിരിക്കും. ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്കും ബുദ്ധിമുട്ടുകളുള്ളവർക്കും ഒക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സഹായം ചെയ്യാം. നമ്മളത് ഈ ഡിസാസ്റ്റർ മാത്രമല്ല, എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓർക്കുന്നില്ലേ, ഒരിക്കൽ എൻ്റെ ഒരു പിറന്നാളിന് നമ്മളൊരു ഓർഫനേജിൽ പോയത് ഓർക്കുന്നുണ്ട്. ഞാൻ അവിടെ കൂടുതലും നമ്മൾ അവിടെ എന്താ ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമുക്കത് അങ്ങനെ പറയാൻ താല്പര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലത് കൈ ചെയ്യുന്നത് ഇടതുകാരം അറിയരുത് എന്നുള്ളൊരു പോളിസിയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഞങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളുണ്ടല്ലോ. അത് തന്നെയല്ല, നമ്മളെ സേവിച്ചു നിന്നിരുന്നവർ വയസ്സായി ഇപ്പം മേലാതെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുന്ന പല വ്യക്തികളും ഇവിടെയുണ്ട്. തലമുറകളായിട്ടൊക്കെ ഉള്ള ഹസ്ബൻഡിനൊക്കെ പഴയ കാലം മുതൽ ഇവിടെ പണിയെടുത്തുന്ന അങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ നമ്മുടെ വലയത്തൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ദുരിതവും പ്രയാസവും അവർക്കൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാവർക്കും ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ വീട് വെക്കാനായിട്ട് പൈസ കൊടുത്തത്, പിന്നെ ട്രീറ്റ്മെന്റിനായിട്ടിട്ട് നമ്മൾ കൊടുത്തതൊക്കെ ഓർക്കണില്ലേ. അപ്പൊ അതൊന്നും നമ്മൾ കൂടുതലായിട്ട് ഇവിടെ പറയണില്ല. കാരണം പിന്നെ ഒത്തിരി പേര് കമന്റ്സിലൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് സഹായം ചെയ്തുകൂടെന്ന് ചോദിച്ചു. അപ്പൊ പക്ഷെ ഇതൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് ഒരിക്കലും ചെയ്യാറില്ല. കാരണം നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാത്തത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു മെൻ്റൽ അപ്രോച്ച് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ അതിലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് മദർ എപ്പോഴും പറയും നമ്മൾ താഴത്തേക്ക് നോക്കണം എപ്പോഴും എന്നാണ്. അപ്പോൾ അന്നൊന്നും ഞാനത് ചിന്തിക്കില്ല, മുകളിലേക്ക് ഞാൻ ഈ മുകളിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചിന്തിക്കും. അവർക്ക് അതുണ്ട്, അവർക്ക് ഇതുണ്ട്, മറ്റൊന്ന് മറിച്ചുണ്ട്. അപ്പോൾ അമ്മ എപ്പോഴും പറയും, അമ്മയിലെ വളർത്തി നമ്മൾ താഴത്തേക്ക് നോക്കണം, നമ്മുടെ താഴെയുള്ളവർ എന്തോരം കഷ്ടപ്പെട്ടാണ് ജീവിക്കണേന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ ചിന്തിക്കാറില്ല. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ എപ്പോഴും ഹസ്ബൻഡ് പറയും, ഇങ്ങനെ ഓരോരുത്തരുടെ പറയുമ്പോൾ മറ്റുള്ളവരുടെ വീടുകളിൽ എന്തുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട, നമുക്ക് എന്തുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആവുമെന്ന് പറയും. അപ്പം ഞാൻ വന്ന കാലഘട്ടങ്ങളിലൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം ചെറുപ്പപ്രായങ്ങളിൽ ആ പ്രായം 10-26 വയസ്സൊക്കെ ഉള്ള സമയങ്ങളിൽ ചിന്തിക്കാറില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എപ്പോഴും നിരന്തരമായി ഇത് പറയുമ്പോൾ എനിക്കും തോന്നി തുടങ്ങി വളരെ ശരിയാണെന്നുള്ളത്. കാരണം നമുക്ക് ദൈവം ഇത്രയൊക്കെ അനുഗ്രഹങ്ങളും ഓരോ സംഗതികളും നമുക്ക് ദൈവം തരണുണ്ട്. പിന്നെ ചെറിയ ചെറിയ രോഗങ്ങളും അസുഖങ്ങളും പ്രയാസങ്ങളും എല്ലാ വ്യക്തികൾക്കും തരും, അല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ലല്ലോ ലൈഫ് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടി. അപ്പം ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ്
എനിക്കും തോന്നി ഇത് പറയണത് 100% ശരിയാണെന്നുള്ളത്. കാരണം നമ്മൾ എൻ്റെ ഗ്രാൻഡ് മദർ പറയും പോലെ നമ്മളെ താഴെയുള്ളവരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണം, എന്നാലാണ് നമുക്ക് തന്നെ അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കും. തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ അപ്പച്ചന് ഒക്കെ ആണെങ്കിൽ ഭയങ്കര പിന്നെ സഹാനുഭൂതിയുള്ള ആൾക്കാരാണ്. ഇവിടുത്തെ അപ്പച്ചൻ്റെ തലമുറയിലുള്ളവരൊക്കെ അതെ അപ്പച്ചൻ്റെ ആൾക്കാർ എല്ലാവരും തന്നെ ഈ ഫാമിലിയിൽ അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായി എല്ലാവരും. ഞാൻ അപ്പച്ചൻ്റെ എടുത്ത് പറഞ്ഞത് ഈ ഫാമിലിയിലെ എല്ലാ ജനറേഷനിൽ ഏത് വീട്ടിലെടുത്ത് നോക്കിയാലും ഇളം തലമുറയിലുള്ള പിള്ളേരും ഒക്കെ അങ്ങനെയുള്ള ചെറുപ്പക്കാർ പിള്ളേർ, എന്നിലും ഇളയ പിള്ളേരൊക്കെ ഇവിടെ ഈ ജ്യേഷ്ഠന്മാരുടെയൊക്കെ കസിൻ ബ്രദേഴ്സിൻ്റെയൊക്കെ മക്കളുള്ളവരും ഒക്കെ ആ മെൻറ്റാലിറ്റിയിലുള്ളവരാണ് ഭൂരിഭാഗം പിള്ളേരും. അപ്പോൾ അതൊക്കെ ഒരു ട്രഡീഷണൽ ഇതായിട്ട് പോന്നതായിരിക്കും, ഫാമിലി ഇതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ഫാമിലി തന്നെയാണ് ഇവിടത്തെയുള്ള ഈ ഫാമിലി. പിന്നെ നമുക്ക് ഇല്ലെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അത് നിങ്ങൾ ഇത്രയും പേര് ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, ഈ സമയത്ത് പറയാൻ പാടില്ലെങ്കിൽ ഞാൻ പറയുവാണ്, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തുകൂടെ എന്ന് കുറേ കമൻറ്റ് വന്നു. അത് ഒരു വശത്ത് കിടക്കട്ടെ. അതുകൂടാതെ അവർ എഴുതിയേക്കുവാണ്, നിങ്ങളെ വ്യൂവേഴ്സിനോട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയണുണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെയെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ചെയ്യണ കാര്യങ്ങൾ പുറത്ത് പറയാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ അടിയിൽ ഇത് എഴുതി കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ഒരു 2 വാക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞത്. അതിലെന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കുക. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഇന്നും ഇന്നലെ അല്ല, ഈ ഒരു ഡിസാസ്റ്ററിനും അല്ല, വർഷങ്ങളായിട്ട് ഞാൻ ഓർമ്മ വെച്ച നാള് തൊട്ട് ഞാൻ കണ്ടു തുടങ്ങിയത് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയും, അത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ്. അപ്പച്ചനും അമ്മച്ചിയും ഹസ്ബൻഡ് ഇവർ 3 പേരുള്ള ഒരു ഫാമിലിയിലേക്കാണ് ഞാൻ വന്നത്. അപ്പം ഇവിടെ ആരെങ്കിലും ഈ അന്നത്തെ കാലത്തൊക്കെ ഭിക്ഷ യാചിച്ചൊക്കെ ആൾക്കാർ വരുമ്പോൾ അപ്പച്ചൻ അമ്മച്ചോട് പറയണ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കണ്ട. അപ്പച്ചന് അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസമൊന്നുമുള്ള ആളല്ല, പഴയ ജനറേഷൻ അങ്ങനെയാണല്ലോ. അപ്പോൾ അപ്പച്ചൻ പറയും അമ്മച്ചീനെ വിളിക്കണം, അന്നാമ്മയെന്ന് പറഞ്ഞ് വിളിക്കും. എന്നാന്ന് ചോദിക്കുമ്പോൾ പറയും, ആ വന്നതിന് ഇച്ചിരി കഞ്ഞി, അന്നത്തെയൊക്കെ കാലത്ത് ചോറും കഞ്ഞിയൊക്കെ അല്ലേ കൊടുക്കണം, ഇച്ചിരി കഞ്ഞി കൊടുത്തേക്കാൻ പറയും. എന്നിട്ട് അപ്പച്ചൻ ഒരു വാക്കും കൂടെ പറയും, നിങ്ങൾ ഇച്ചിരി അങ്ങ് കൊടുത്തേരെ, എനിക്കിച്ചിരി കുറച്ച് തന്നാൽ മതി, എൻ്റെ വീതത്തിൽ നിന്നുള്ള കുറച്ച് കഞ്ഞി. അന്നേരം അമ്മച്ചി പറയണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീതത്തിൽ നിന്ന് കൊടുക്കണ്ട, ഇവിടെ കഞ്ഞി ഇരിപ്പുണ്ടല്ലോ, അത് ഞാൻ കൊടുത്തോളാന്ന്. എന്നിട്ട് അപ്പച്ചൻ വന്ന് എപ്പോഴും അടുക്കളപ്പുറത്ത് നോക്കാറുണ്ട്, അമ്മച്ചി കൊടുത്തിട്ടുണ്ടോ ചെക്ക് ചെയ്യാറുണ്ട്. അത് കാരണം അന്ന് ഇവിടെയും നമുക്ക് അധികം സാഹചര്യങ്ങളില്ല. പക്ഷെ അന്ന് സാഹചര്യങ്ങളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിവല കുടുംബം, അന്ന് എല്ലാവർക്കും കൃഷിയല്ലേ. അപ്പൊ ഈ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പം മക്കളായിട്ട് ജോലി കിട്ടി പിന്നെ അങ്ങനെ ആയി വരണതല്ലേ. അപ്പം കൃഷിയാകുമ്പോൾ നെല്ല് എപ്പോഴും ഉണ്ടാവും, പാടത്ത് 2 പൂ കൃഷി ഇറക്കണമുണ്ട്, പറമ്പിൽ തേങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവും, വെളിച്ചെണ്ണയാട്ടും തേങ്ങ ഉപയോഗം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കും. പിന്നെ ഈ നെല്ലൊക്കെ കൃഷി ചെയ്ത് കിട്ടുമ്പോൾ ഒരുപാട് വിൽക്കും. അങ്ങനെയൊക്കെയാണ് കുടുംബകാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഈ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴല്ലേ ഓരോ കാര്യങ്ങൾ, ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പം ജോലിയിലേക്ക് കയറി കഴിയുമ്പോഴല്ലേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അപ്പച്ചൻ എപ്പോഴും ഇങ്ങനെ പറയണം. അപ്പം അപ്പച്ചൻ വന്ന അടുക്കളയുടെ ഇറകത്ത് നിന്ന് നോക്കും, കഞ്ഞി കൊടുത്തിട്ടുണ്ടോയെന്ന്. ഞാൻ എപ്പോഴും അത് ഓർക്കാറുണ്ട്. അപ്പം ഇത് ഇവിടുത്തെ ഈ ഫാമിലിയിലെ തലമുറകളായിട്ടേ ഉള്ളതാണ്. എൻ്റെ വീട്ടിലും അതുപോലെ എൻ്റെ അമ്മ നേരത്തെ മരിച്ചു പോയതാ വല്യമ്മച്ചി, ഗ്രാൻഡ് മദർ, അമ്മയെന്ന് തന്നെയാണ് ഗ്രാൻഡ് മദറിനെ, അമ്മേനെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് അമ്മച്ചിന്നാണ്. അപ്പം അമ്മ ഇതുപോലെ ഏത് ഒരു കറമ്പൻ പാലിൻ്റെ കാര്യം ഞാൻ പറയില്ലേ, എപ്പോൾ വന്നാലും കൊച്ചമ്മേന്ന് വിളിച്ച് ഇങ്ങനെ നിൽക്കും. അതിന് കഞ്ഞി കൊടുക്കണ ഞാൻ എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ഇതൊക്കെ കണ്ടു വളർന്ന ഒരു ഫാമിലിയിൽ നിന്നാണ്. അതുപോലെ തന്നെയുള്ളൊരു ഫാമിലിയിലേക്ക് തന്നെയാണ് ഞാൻ വന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. തന്നെയല്ല, എന്നിലും കൂടുതൽ ദയാലുവായിട്ടുള്ള ആളാണ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. എൻ്റെ ഹസ്ബൻഡെന്ന് മാത്രമല്ല, ഈ ഫാമിലിയിലുള്ളവർ എല്ലാവർക്കും തന്നെ അങ്ങനെയൊരു മാനസികാവസ്ഥയുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ ഇവരെല്ലാവരും തമ്മിൽ ആലോചിക്കാറുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് സുഖമില്ലാതെ ഒരു 1.5 വർഷം ഇരുന്നായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് ഈ ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് തന്നെ പിരിച്ചെടുത്ത് കൊടുക്കുമായിരുന്നു. നമ്മുടെ ബിജു
പുതിയ തലമുറയിലെ. അപ്പൊ ഈ പുതിയ തലമുറയിലെ പിള്ളേര് ഞങ്ങളുടെ ആ ബിജുചാച്ചൻ വളരെ ചാരിറ്റി ഈ തലമുറയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നന്നായി ചാരിറ്റി ഞാൻ കണ്ടതിൽ കേട്ടോ. അത് കൂടുതൽ ചിലപ്പോ ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ ഞാൻ നേരിട്ട് അറിയാവുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബിജുചാച്ചൻ. ഞാൻ ഈ ബിജു അങ്ങനെ പറഞ്ഞതിൽ നിന്നാണ് ഞാൻ പല സംഗതി ഞാനും തിങ്കിങ്ങിലേക്ക് വന്നതും ബിജുചാച്ചനിലൂടെയാണ്. ആദ്യം ഞാൻ അത്രയും അങ്ങ് ചിന്തിക്കുമായിരുന്നു എങ്കിലും, പക്ഷെ ബിജുചാച്ചൻ പറഞ്ഞതിലൂടെയാണ് ഞാനും പല അത്തരത്തിലുള്ള സംഘടനകളായിട്ട് ഇടപെടാനും. ഞാൻ ഇന്നലെ ഒരു കോൺവെന്റിൽ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു സഹായം ഞാൻ അവർക്കും ചെയ്തിട്ടുണ്ട്. അത് ബിജുചാച്ചനിലൂടെയാണ് ഞാൻ ആ സംഘടനയായിട്ട് ബന്ധപ്പെട്ട്. ബിജുവിനെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ജ്യേഷ്ഠന്റെ മകനാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ബിജു 2 കൊല്ലം മുമ്പ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ ചാരിറ്റിയുടെ പറയുമ്പോൾ ഞാൻ ഓർത്തു, എന്നിലും എന്ത് ആളാണ് പുള്ളി ആ ചെയ്യണ ചാരിറ്റി എന്നെ അത്ഭുതപ്പെടുത്തിയായിരുന്നു. കൂടുതൽ പറയണ്ട, ചിലപ്പോ ബിജുചാച്ചൻ അത് ചിലപ്പോ ഇഷ്ടമാവണമെന്നില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരിലുണ്ടെങ്കിലും അങ്ങനെ ചാരിറ്റി ചെയ്യണവര് ഉണ്ടെന്ന് ഞാൻ പറയുവായിരുന്നു. നമ്മള് ഇപ്പം മാക്സിമം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിന് മാത്രം ആൾക്കാരിങ്ങനെ എഴുതിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ അത്യാവശ്യം ചെയ്യണമുണ്ടെന്നുള്ളത് കേട്ടോ. ഇനി ഇതുപോലെ ഉള്ള ദുരന്ത വാർത്തകൾ നമുക്ക് ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും ദൈവം വരുത്താതിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയിൽ പ്രത്യേകം ഒരു പ്രാർത്ഥന എടുത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു മനുഷ്യർക്ക് പോലും ഇങ്ങനെയുള്ള ദുരിതവും പ്രയാസവും ഉണ്ടാവരുതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ഇപ്പം ഒരു 5 പേര് അല്ലെങ്കിൽ 3 പേര് ഉള്ള ഒരു വീട്ടിലെ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു, ബാക്കി 4 പേരും പോയി. അവർക്ക് വീട് പോലും ഇല്ല. ആ ഒരു അവസ്ഥ ഭയങ്കര ഭീകരം തന്നെയാണ് കേട്ടോ. നമ്മൾ നമ്മുടേതായിട്ട് ചിന്തിക്കണം. ഒരു കൊച്ച് രക്ഷപ്പെടുക എന്ന് വെക്കുക, അപ്പനും ഇല്ല, അമ്മയും ഇല്ല, പെങ്ങളും ഇല്ല, ചേട്ടനും ഇല്ല, അനിയനും ഇല്ല, ഗ്രാൻഡ് ഫാദറും ഇല്ല, വല്യപ്പനും ഇല്ല, വല്യമ്മ. അപ്പോൾ ഒരു കുട്ടി മാത്രമൊക്കെ അങ്ങനെ രക്ഷപ്പെട്ട് കിട്ടുമ്പോൾ ഞാൻ ഓർത്തു എന്തൊരു ഇതാണ്. അപ്പം നമുക്ക് മുട്ടിപ്പായിട്ട് ലോകത്തിലെ ഒരു മനുഷ്യർക്കും ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ ദൈവം കൊടുക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാ വ്യക്തികളും. പിന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ദൈവം തന്നോട്ടെ, അത് നമുക്ക് താങ്ങാവുന്ന രീതിയിലുള്ളത് തരട്ടെ. അതിനിപ്പോൾ എല്ലാവരും അത് ഉൾക്കൊള്ളട്ടെ. പക്ഷേ ഇതുപോലെയൊക്കെയുള്ള ഇത് വന്നു കഴിഞ്ഞാൽ എന്നാ പറയണല്ലേ, ഒന്നും പറയാനില്ല വാക്കുകൾ. അപ്പം നമുക്ക് നിർത്താം. അപ്പോൾ എനിക്ക് ഇത്രയും ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ഇനിയും ഇതുപോലെയുള്ള ദുരിത വാർത്തകൾ കേൾക്കാൻ കാതുകളും ഇതൊന്നും ഇടവരുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? അതെനിക്ക് ചെയ്യാനുള്ളൂ. ഒന്നും ചെയ്യാനില്ല. ഉറ്റവരുടെയോരും ഇല്ലാതെ ഭയങ്കരമായിപ്പോയത്. ഇത്രേ പറയാനുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് നിർത്താം കേട്ടോ. ശരി എന്നാൽ.